ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സവാള, അങ്ങനെയുള്ള ഇഞ്ചി, പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ച്. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ വറുത്തെടുക്കണം. ചെമ്മീൻ എന്ന് പറയുമ്പോൾ ചെമ്മീത്തിൻ്റെ ഒപ്പം 2 ചെറിയ കൂന്തളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ വറുത്തെടുക്കുമ്പോൾ ഒരു ഭയമാണ്, പൊട്ടിത്തെറിക്കുമല്ലോ കൂന്തൾ വെളിച്ചെണ്ണയിൽ കിടന്ന്. അപ്പോൾ പേടിച്ചിട്ട് അത് മൂടി വെക്കണം, അതല്ലെങ്കിൽ മുഖത്തേക്കും കൈമേൽക്കൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ അത് 2-3 വട്ടം ഇങ്ങനെ ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കുമ്പോഴേക്കിനും നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ പുട്ടാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ പുട്ടിനും കൊടുക്കാം അല്പം. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, കൊണ്ടുപോകാനുള്ളത് പിള്ളേർക്ക്. അപ്പോൾ ചെമ്മീൻ ഇതേ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കൂന്തളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് സവാള ഇട്ട് കൊടുത്ത് സവാള നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിൽ തന്നെ ഒന്നിച്ച് കോരി വെക്കണമൊന്നുമില്ല, എൻ്റേതായൊരു റോസ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിൽ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറു തീയിലിട്ടിട്ട് ആവിയിലൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഒക്കെ അരിഞ്ഞത്, ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ മല്ലിപ്പൊടി, അല്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നീ ചേരുവകൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി ഞാൻ ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ടിട്ട് എന്നിട്ട് വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ പോരാത്ത ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചെമ്മീൻ അങ്ങനെ അതൊന്ന് വലിഞ്ഞ് വരുമ്പോൾ ഇറക്കി വെക്കാം. അപ്പോൾ അതേ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് ആക്കുകയാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ മക്കളുടെ ലഞ്ചിൻ്റെ കറി ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.